ഈ മുതലാളിമാർ വേഷം മാറി തൊഴിലാളികളെ പരീക്ഷിക്കാനും ബിസിനസ്സിൻ്റെ പുതിയ തന്ത്രം പഠിക്കാനുമൊക്കെ ഇറങ്ങിയ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെ മുതലാളി ബാഗുമെടുത്ത് രംഗത്തിറങ്ങിയപ്പോൾ തിരിച്ചറിഞ്ഞതും ബിസിനസ്സിലെ വിഷമതകളാണ്. സൊമാറ്റോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവീന്ദർ ഗോയലാണ് ഇക്കഴിഞ്ഞ ദിവസം ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങിയത്. മാർക്കറ്റിൻ്റെ സ്പന്ദനങ്ങൾ നേരിട്ട് അറിയുകയായിരുന്നു ലക്ഷ്യം. പ്രമുഖ ബേക്കറി ശൃംഖലയായ ഹൽദിറാമിൻ്റെ ഗുരുഗ്രാമിലെ ആംബിയൻസ് മാളിൽ അവിടെ കയറിയപ്പോൾ നേരിട്ട വിഷമതകളാണ് ദേവീന്ദർ ഗോയൽ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത്. ഡെലിവറി പാർട്ണർമാരോട് മാളുകളിൽ നിന്നുള്ള പെരുമാറ്റം അതത്ര നല്ലതല്ലെന്നാണ് ദേവീന്ദർ കണ്ടെത്തിയത്. കുറെ കൂടി മനുഷ്യത്വപരമായ ഇടപെടൽ ഈ മേഖലയിൽ ആവശ്യമാണെന്നാണ് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ഡെലിവറി ബാഗ് തോളിലിട്ട് ബൈക്കിൽ കയറി ഹൽദിറാമിലെത്തിയ ദേവേന്ദ്രനുണ്ടായത് കൈപ്പേറിയ അനുഭവമാണ്. മാളിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് സെക്യൂരിറ്റിക്കാരൻ മടക്കി അയച്ചു. മറ്റൊരു പ്രവേശന കവാടത്തിലൂടെ പോകാനാണ് അയാൾ ആവശ്യപ്പെട്ടത്. കെട്ടിടത്തിൻ്റെ 3-ാം നിലയിലുള്ള പ്രവേശന കവാടത്തിലേക്ക് നടന്നു കയറിയാണ് ലക്ഷ്യത്തിലെത്തിയത്. എന്നാൽ അവിടെയും ഡെലിവറി എക്സിക്യൂട്ടീവുകൾക്ക് വിലക്കുണ്ടായിരുന്നു. മാളിനകത്ത് അവർക്ക് പ്രവേശനമില്ല, പുറത്ത് കാത്തു നിൽക്കണം. ഓർഡർ എടുക്കാനും കാത്തു നിൽക്കുന്ന ഒട്ടേറെ എക്സിക്യൂട്ടീവുകളോടൊപ്പം താൻ കുറേ സമയം അവിടെ ചെലവഴിച്ചതായി അദ്ദേഹം പറയുന്നു. മറ്റുള്ള എക്സിക്യൂട്ടീവുകളുടെ തൊഴിൽ അനുഭവങ്ങൾ ചോദിച്ചറിയാൻ ഈ സമയം വിനിയോഗിച്ചു. പിന്നീട് സെക്യൂരിറ്റി ഗാർഡ് പുറത്തുപോയ സമയത്ത് താൻ ഓർഡർ വാങ്ങി കസ്റ്റമർക്ക് ഡെലിവറി നടത്തുകയായിരുന്നുവെന്നാണ് ദേവീന്ദർ ഗോയൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ഇത് 2-ാം തവണയാണ് ദേവീന്ദർ വേഷപ്രച്ഛന്നനായി വിപണിയിലിറങ്ങുന്നത്. നേരത്തെ ഭാര്യ ഗ്രേസിയ മനോസുമത്ത് ഗുരുഗ്രാമിൽ തന്നെ ഈ യുവ വ്യവസായി കളത്തിലിറങ്ങിയിരുന്നു. ഡെലിവറി ബിസിനസ്സിൽ കൂടുതൽ മനുഷ്യത്വം ആവശ്യമാണെന്നാണ് ഗോയലിൻ്റെ അഭിപ്രായം. ഇത്തരം കമ്പനികൾക്ക് മാളുകളുമായി കൂടുതൽ അടുപ്പമുണ്ടാകണം. ഡെലിവറി പാർട്ണർമാരുടെ തൊഴിൽ അവരുടെ സാഹചര്യങ്ങളിൽ മെച്ചപ്പെടണം. മാളുകൾ ഇത്തരം ജീവനക്കാരോട് കുറെ കൂടി മനുഷ്യത്വപരമായി പെരുമാറണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു.